പി സി ജോർജിന്റെ വാർത്തയിലേക്ക് വീണ്ടും. പി സി ജോർജിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഈ പറഞ്ഞ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, എന്തൊക്കെ പരിഗണിച്ചാണ് ജാമ്യം? എന്തൊക്കെ ഉപാധികളുണ്ട്? ജാമ്യം അനുവദിച്ചത്. വിദ്വേഷ പരാമർശ കേസിൽ നേരത്തെ പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. ഇന്നലെ വിശദമായ വാദം കേട്ട ശേഷമാണ് ഇന്ന് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. കർശനമായ വ്യവസ്ഥകളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നതെന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്. എന്തായാലും അതിന്റെ ഓർഡർ ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും വ്യവസ്ഥകൾ എന്തൊക്കെയെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഇന്നലെ പ്രതിയായ പി സി ജോർജിന് ജാമ്യം അനുവദിക്കണം, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ജാമ്യ വ്യവസ്ഥകൾ കർശനമായി പാലിച്ചോളാം എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പ്രതിഭാഗം നിർത്തിയിരുന്നു. അതേസമയം പി സി ജോർജിന് ജാമ്യം അനുവദിച്ചാൽ അത് തെറ്റായ സന്ദേശം നൽകും. കൂടാതെ മുൻപുള്ള ജാമ്യ വ്യവസ്ഥകളിൽ വീഴ്ച വരുത്തിയിട്ടുള്ളതാണ് പി സി ജോർജ് എന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത്. ഇക്കാര്യങ്ങളൊക്കെയും വിശദമായി കേട്ട ശേഷമാണ് ഇന്ന് കോടതി ജാമ്യം അനുവദിച്ചത്. പ്രത്യേകമായും മെഡിക്കൽ റിപ്പോർട്ട് അടക്കം കോടതി പരിഗണിച്ചിരുന്നു. അറസ്റ്റിലായ കഴിഞ്ഞ 4 ദിവസമായി പി സി ജോർജ് റിമാൻഡിൽ പോയതിനു ശേഷം പരാതിക്കാരൻ ചേരുന്നുണ്ട്. മുഹമ്മദ് ഷിയാബ്, ഇപ്പം ജാമ്യം ലഭിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ട് നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ നേരത്തെ ഇദ്ദേഹം ഈ ജാമ്യ വ്യവസ്ഥകളൊക്കെ ലംഘിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ അത് കോടതി ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല എന്നാണ്. ജാമ്യവ്യവസ്ഥകള് ലംഘിച്ച കാര്യം നമ്മൾ കോടതിയിൽ ബോധിപ്പിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ പരിഗണിച്ചിട്ടായിരിക്കാം കോടതി ഇപ്പൊ ജാമ്യം കൊടുത്തിരിക്കുന്നത്. എന്തുതന്നെയായാലും കോടതി ഇപ്പം നിലവില് പി സി ജോർജ് തെറ്റുകാരനാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ കോടതി റിമാൻഡ് ചെയ്തത്. റിമാൻഡ് ചെയ്തതും ഹൈക്കോടതി വരെ അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും അത്രയും രൂക്ഷമായ രീതിയിൽ അദ്ദേഹത്തെ വിമർശിക്കുകയും ചെയ്തത് അദ്ദേഹം തെറ്റുകാരനായതുകൊണ്ടാണ്. ആ തെറ്റ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതിൽ ഞങ്ങൾ വിജയം കണ്ടു. അതിൽ കോടതി ജാമ്യം കൊടുത്തത് ഞങ്ങൾക്ക് അതിൽ വേറെ ഇതൊന്നും ഇല്ല.